ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധിച്ച് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഏകദിന ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം UDF ജില്ലാ കൺവീനർ അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കാലടി, വട്ടംകുളം, തവനൂർ, എടപ്പാൾ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിൽ ജൽജീവൻ മിഷനായി പൊളിച്ച റോഡുകൾ പുനഃസ്ഥാപിക്കുക, എടപ്പാൾ ടൗണിൽ പൊളിച്ച റോഡ് ഉടൻ തന്നെ ടാർ ചെയ്ത് വ്യാപാരികളുടെയും ജനങ്ങളുടെയും ദുരിതത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അക്ബർ കുഞ്ഞു, പ്രകാശൻ കാലടി, സുമിത്ര തുടങ്ങിയവർ എടപ്പാൾ ടൗണിൽ കഴിഞ്ഞ ദിവസം ഏകദിന ഉപവാസ സമരം നടത്തിയത്. വൈകിട്ട് നടന്ന ഉപവാസ സമരത്തിന്റെ സമാപനം UDF ജില്ലാ കൺവീനർ അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഇന്നിങ്ങനെ ഉപവാസ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങളെ മെമ്പർമാരെ പ്രേരിപ്പിച്ച സംഗതി, ഈ ജനകീയമായ വിഷയം ജനപക്ഷത്തു നിന്നുകൊണ്ട് ജനങ്ങളുടെ വിഷയം ഏറ്റെടുക്കുന്ന ഒരു സമീപനമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കാലം അത്രയും മുന്നുണ്ട്. സമരത്തിന് വേണ്ടി സമരം ചെയ്ത പാരമ്പര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ ഇവിടെ സന്നിഹിതനായിരുന്നു. ഇതൊക്കെ നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് വികസനം വരുന്നത് ഞങ്ങൾ ആരും എതിരല്ല. രാജ്യത്ത് വികസനം വേണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളിത് പറയുമ്പോൾ രാഷ്ട്രീയം, ഗവൺമെന്റിനെതിരെ, മന്ത്രിസഭക്കെതിരെ, മുന്നണിക്കെതിരെ എന്നാണ് ഞങ്ങളെക്കുറിച്ച് പറയുന്നത്. ഈ സമരത്തിനെ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർക്ക് നാരങ്ങാനീര് നൽകി ഈ ഉപവാസം ഇവിടെ അവസാനിപ്പിച്ചായി പ്രഖ്യാപിക്കും. അഷ്റഫ് കോക്കൂർ സമര നേതാക്കൾക്ക് നാരങ്ങനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. ചുള്ളിയിൽ രവീന്ദ്രൻ, ഇബ്രാഹിം മൂദൂർ, പത്തിൽ അഷ്റഫ്, സുരേഷ് പുൽപ്പാക്കര, ഹൈദരാലി, ഭാസ്കരൻ വട്ടംകുളം, RK നൌഷാദ്, കണ്ണൻ നമ്പ്യാർ, PP നാസർ തുടങ്ങിയവർ സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.